ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചാനലിൽ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തോളം ആവാറായി. ഏകദേശം 75ഓളം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്സ്. ഇനിയും സപ്പോർട്ട് വേണം. കൂടുതൽ സബ്സ്ക്രൈബേഴ്സും കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോ കാണട്ടെ. എന്നിരുന്നാലും മാത്രമാണ് നമുക്ക് പുതിയ ടോപ്പിക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാവുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ കമൻസിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും അല്ല. ഇപ്പോൾ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പാസുകളെ കുറിച്ചൊക്കെ ഞാൻ ചില വീഡിയോസിൽ പറയാറുണ്ട്. സോ അപ്പോൾ അതിനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസിൽ. 1-2-3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ പല ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നഴ്സിങ്ങിനെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന നഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിനെ കുറിച്ച് എനിക്ക് യാതൊരു ബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള ഒരു അറിവ് കിട്ടുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ട്രാവൽ സിസ്റ്റത്തെക്കുറിച്ചും ട്രാവൽ പാസുകളെ കുറിച്ചുമാണ്. ട്രാവൽ സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ട്രാവൽ പാസുകളിൽ ഇപ്പോഴും പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ട്, ചോദ്യങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് വരുന്നുണ്ട്. സോ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിന് തന്നെ കുറച്ച് കൺഫ്യൂഷൻസ് ഈ പറഞ്ഞ പോലെ ഞാൻ ആ വീഡിയോസ് റിവൈൻഡ് കണ്ടപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻസ് പറഞ്ഞു തരാനുണ്ട്. സോ അതറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. സ്റ്റേ ട്യൂൺഡ്. ഇവിടുത്തെ ട്രാവൽ സിസ്റ്റം എന്ന് പറയുന്നത് SBB എന്ന് പറയുന്ന ഒരു ഫെഡറൽ റെയിൽവേ സിസ്റ്റത്തിൻ്റെ കൺട്രോളിലാണ്. അത് ട്രാം ആണെങ്കിലും ബസ് ആണെങ്കിലും ട്രെയിൻസ് ആണെങ്കിലും ഈ ഒരു പറയുന്ന SBB ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ SBBയുടെ ആപ്ലിക്കേഷൻ ത്രൂ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നതും. അതായത് ഓൺലൈൻ ടിക്കറ്റ്സ്, ഓൺലൈൻ റിസർവേഷൻ ഇവ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് SBBയുടെ ആപ്ലിക്കേഷൻ വഴിയും SBBയുടെ വെബ്സൈറ്റ് വഴിയൊക്കെയാണ്. നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഫിസിക്കലായിട്ടും ടിക്കറ്റ്സ് എടുക്കാനുള്ള ടിക്കറ്റ് വെൻഡിങ് മെഷീൻസും കാര്യങ്ങളൊക്കെ അതുപോലെ എല്ലാ സ്റ്റേഷൻസിലും ഉണ്ട്. അതുപോലെ എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ഉണ്ട്. സോ അങ്ങനെ എടുക്കാം. അതായത് ഇവിടെ കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയ ഉടൻ തന്നെ എയർപോർട്ടിൽ SBBയുടെ ഓഫീസ് ഉണ്ട്, അവിടെ നിന്ന് ട്രാവൽ കാർഡിന് അപ്ലൈ ചെയ്യും. അടുത്തത് നമ്മൾ ചെയ്യുക, ഹാഫ് എയർ കാർഡും കൂടി അതിൻ്റെ കൂട്ടത്തിൽ എടുക്കും. ഹാഫ് എയർ കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പേര് പോലെ തന്നെ എല്ലാ ടിക്കറ്റ്സും പകുതി റേറ്റിന് നമുക്ക് കിട്ടും. അതാണ് ഹാഫ് എയർ കാർഡിൻ്റെ പ്രത്യേകത. അതായത് ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടിന്യൂസ് ജേണിയുള്ള ആളുകൾ നോർമലി ചെയ്യുക, ട്രാവൽ കാർഡ് എടുക്കും, അതുപോലെ ഹാഫ് എയർ കാർഡ് എടുക്കും. കൂട്ടത്തിൽ നമ്മൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന ആ ഒരു സോണിന് വേണ്ടിയിട്ടുള്ള ഒരു പാസും എടുത്തു വയ്ക്കും. കണ്ടിന്യൂസ് ട്രാവലുള്ള ജോലിക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന സോൺ ബേസ് ട്രാവൽ പാസുകൾ വരുന്നത്. അതിന് ഏകദേശം ഒരു 100-160 CHF ഒക്കെയാണ് നമുക്ക് ഹാഫ് എയർ കാർഡ് കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് റേറ്റ് വരുന്നത്. ഫുൾ ഫെയർ അല്ല, ഹാഫ് എയർ കാർഡ് അപ്ലൈ ചെയ്തുകൊണ്ട് കിട്ടുമ്പോൾ ഉള്ള ആ റേറ്റാണ് ഈ പറയുന്ന 160 സംതിങ് CHF. ഞാനിപ്പോൾ പറഞ്ഞത് പ്യുവർലി ഇവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പാസിനെ കുറിച്ചാണ് സംസാരിച്ചത്. അതായത് ഒരു മാസത്തെ പാസ്. ഹാഫ് എയർ കാർഡിന് 190 CHF ആണ് ഒരു വർഷത്തേക്ക്. അപ്പോൾ ഈ ഒരു വർഷത്തേക്ക് നമ്മൾ ഹാഫ് എയർ കാർഡ് എടുത്തിട്ട് മന്ത്ലി നമ്മൾ പാസ് എടുക്കുകയാണ് നമ്മളിവിടെ യൂഷ്വലി ട്രാവൽ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ 2 സോണൊക്കെയാണെങ്കിൽ 120-128 CHF ആണ്, 3 സോണാണെങ്കിൽ 160. അങ്ങനെയാണ്. അത് ഓരോ സോണിനനുസരിച്ചാണ് റേറ്റ്. നമ്മൾ ഇതുവരെ 3 സോണിൻ്റെ എടുത്തിട്ടുള്ളൂ. നമുക്ക് 3 സോണിലുള്ള കണ്ടിന്യൂസ് ട്രാവൽ മാത്രമേ വരുന്നുള്ളൂ. ഇത് പ്യുവർലി ഇവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പാസുകളാണ്. ഇനി ഞാൻ പറഞ്ഞിട്ടുള്ള ഇതിന് മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞതും കൺഫ്യൂഷൻസ് വന്നതുമായിട്ടുള്ള 1-2 പാസുകളാണ് സ്വിസ് ട്രാവൽ പാസും. അതുപോലെ തന്നെ സ്വിസ് ട്രാവൽ പാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മന്ത്ലി പാസ്സാണ്. ഓക്കെ, അതായത് ഇവിടെ സ്ഥിരം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള. ഇനി സ്വിസ് ട്രാവൽ പാസ് ടൂറിസ്റ്റുകളായി വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് 3 days, 5 days, 7 days, മാക്സിമം 15 days വരെ കിട്ടുന്ന ട്രാവൽ പാസുകളുണ്ട്. ഇത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 3 to 15 days വരെയുള്ള പാസുകൾ. ഇതിൻ്റെ ബെനിഫിറ്റ്സും ഇതിനെക്കുറിച്ചും ഞാൻ അടുത്തതായി വിശദീകരിക്കാം. ഇവിടെ വരുന്ന ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും അപ്ലൈ ചെയ്യുന്നതും അല്ലെങ്കിൽ എടുക്കുന്നതുമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് സ്വിസ് ട്രാവൽ പാസ്. സ്വിസ് ട്രാവൽ പാസ് എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലുള്ള SBB ഓപ്പറേറ്റ് ചെയ്യുന്ന 99% ട്രെയിൻസും ട്രാംസും അതുപോലെ തന്നെ ബസ്സസും നമുക്ക് ആക്സസ് ചെയ്യാം. ഈ പറയുന്ന 3 ദിവസം അല്ലെങ്കിൽ എത്ര ദിവസത്തേക്കാണ് നമ്മൾ എടുത്തതെന്ന് വെച്ചെങ്കിൽ അത്രയും ദിവസം നമുക്ക് ഈ പറയുന്ന എല്ലാ ട്രാവൽ ഓപ്ഷൻസും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ കാർഡിൻ്റെ പ്രധാന പ്രത്യേകത. അതുപോലെ തന്നെ
പല ബോട്ടുകളുണ്ട് ഇവിടെ. അറിയാലോ, സ്വിറ്റ്സർലാൻഡിൽ ഒരു ലേക്കുകളുടെ നാടാണ് സ്വിറ്റ്സർലാൻഡ്. ഒരുപാട് ലേക്കുകളുണ്ട്, അതിലെല്ലാം അതിൻ്റെതായ രീതിയിലുള്ള ബോട്ടിങ്ങുകളും ഉണ്ട്, പല ടൈപ്പ് ഓഫ് ബോട്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ സീനിക് ആയിട്ടുള്ള ഒരുപാട് ട്രെയിൻ ജേണീസ് ഉണ്ട്. സോ ഇതെല്ലാം ഈ ഒരു സ്വിസ് ട്രാവൽ പാസിൽ കവറായി പൊക്കോളും. ഒരുപാട് പൈസകൾ നമുക്ക് ഇതുവഴി ലാഭിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഹൈ കോസ്റ്റാണ് ഇവിടെ. ഈ പറയുന്ന ബോട്ടിംഗ് ആണ്, നമ്മൾ ഇൻഡിവിജ്വൽ പോയിട്ട് ടിക്കറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റിനെ സംബന്ധിച്ചോളം അത് വളരെ അധികം എക്സ്പെൻസീവ് ആയിരിക്കും. സോ ഈ ഒരു പാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ബോട്ടിങ്ങുകൾ, അതുപോലെ സീനിക്കായിട്ടുള്ള ട്രെയിൻസ്, ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ ഒരുപാട് മ്യൂസിയംസ് ഉണ്ട് സ്വിറ്റ്സർലാൻഡിൽ. അപ്പോൾ ഇതൊക്കെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻസ് ആണ് ഇവിടുത്തെ മ്യൂസിയംസ്. സോ അതിൽ 500ഓളം മ്യൂസിയംസിൽ ഫ്രീ എൻട്രൻസ് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് കേബിൾ കാർസ് പല മൗണ്ടെയിൻസിലായിട്ട് ഇവിടെ ഉണ്ട്. പല ഡെസ്റ്റിനേഷനിൽ ഒരുപാട് മൗണ്ടൻസ്, ഇപ്പോൾ മൗണ്ട് പിലാറ്റിസ് എന്ന് പറയുന്ന ലുസൈനിൽ മൗണ്ടെയിൻ ഇതുപോലെ ഉണ്ട്, കേബിൾ കാർ ഉണ്ട്. അതുപോലെ തന്നെ യുംഫ്രോ ഉണ്ട്, മൗണ്ട് ഇറ്റ്ലിസ് ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കുറേ മൗണ്ടെയിൻസ് ആണ്. ഇവിടെ എല്ലാം കേബിൾ കാർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് മൗണ്ടെയിൻസിലെ കേബിൾ കാറെല്ലാം ഈ ഒരു സ്വിസ് പാസിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ പോകാൻ പറ്റും. അതുപോലെ തന്നെ പലതിലും 50% ചാർജിലും നമുക്ക് കയറാൻ പറ്റും. ഇതിന് അക്സെപ്റ്റ് ആയിട്ടുള്ള ഫ്രീ അല്ലാത്ത ബാക്കിയുള്ളതിൽ നമുക്ക് 50% ചാർജിൽ നമുക്ക് അതെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹൈ കോസ്റ്റുള്ള കുറേ ട്രെയിൻ ജേർണീസ് ഉണ്ട് ഇവിടെ. അതായത് സീനിക് ആയിട്ടുള്ള നല്ല ട്രെയിൻസ് ഉണ്ട്. അതിൽ ചിലത് മാത്രമാണ് ഫുൾ എക്സംഷൻ കിട്ടുള്ളൂ, ചിലതിൽ നമുക്ക് 50%. എന്നിരുന്നാലും ഡിസ്കൗണ്ട്സ് ഉണ്ട്. ഈ കാർഡ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പലതിലും ഡിസ്കൗണ്ട്സ് ഉണ്ട്. പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, നമുക്ക് എൻട്രൻസ് ഫീസ് കൊടുത്തിട്ട് കയറേണ്ട ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അവിടെയെല്ലാം നമുക്ക് ഈ ഒരു സ്വിസ് പാസ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എക്സംഷൻസ് കിട്ടുമെന്നുള്ളതാണ് സ്വിസ് പാസിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് സ്വിസ് പാസിൻ്റെ ഈ പറയുന്ന എല്ലാ ഡിസ്കൗണ്ട്സുകളും, അതുപോലെ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് എൻട്രൻസ് കിട്ടുമെന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ വരുന്ന പ്രധാനമായ എല്ലാ ടൂറിസ്റ്റുകളും, ഒരുവിധം ടൂറിസ്റ്റുകൾ, അതുപോലെ ടൂറിസം ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസും, അവരുടെ ഇപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന കമ്പനീസ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ പറയുന്ന സ്വിസ് പാസ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ടൂറിന് വേറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, വേറെ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈറ്റിൽ കയറി അങ്ങനെ കാണുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. ഗ്രൂപ്പ് ടൂർസ് എടുക്കുമ്പോൾ അതിൻ്റെതായ നമുക്കറിയാലോ, നമ്മൾ എന്തും ഒറ്റയ്ക്ക് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഫാമിലി 4 പേര് എടുക്കുന്നതും 20 പേര് 30 പേര് ഒരുമിച്ച് എടുക്കുന്നതും ഡിസ്കൗണ്ട്സുകൾ കിട്ടാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. സോ അതിൻ്റെതായ ഡിസ്കൗണ്ട്സ് ഉണ്ടാവും. ഞാൻ പറയുന്നത് ഇവിടെ ഇൻഡിവിജ്വലായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ വരുന്ന, അല്ലെങ്കിൽ ഒരു ഫാമിലി ട്രാവൽ ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ സ്വിസ് ട്രാവൽ പാസിൻ്റെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾ ഫാമിലി ആയിട്ടാണ് യാത്ര ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ട് വിചാരിക്കുക. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. 6 വയസ്സ് തൊട്ട് 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്വിസ് പാസ് ഫാമിലിയിലെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൂടെയുള്ള കുട്ടിക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. അത് സ്വിസ് പാസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി 16 വയസ്സിന് താഴെയുള്ള കുട്ടി പാരൻറ്റിൻ്റെ കൂടെ അല്ലാതെയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ആണ് ട്രാവൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50% ഓഫ് റേറ്റിൽ നമുക്ക് സ്വിസ് ട്രാവൽ പാസ് എടുക്കാം. അതിനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, ഇനി സ്വിസ് ട്രാവൽ പാസിൻ്റെ റേറ്റിനെ കുറിച്ച് സംസാരിക്കാം. 2 രീതിയിൽ നമുക്കിത് കിട്ടും. ഒന്ന് അഡൽട്ടിനും പിന്നെ യൂത്തിന് സെപ്പറേറ്റ് ഒരു 30 to 25% ഡിസ്കൗണ്ട് നമുക്ക് ഈ പറയുന്ന സ്വിസ് ട്രാവൽ പാസ് എടുക്കാം. അപ്പോൾ നിലവിൽ ഫസ്റ്റ് ക്ലാസ്സിനും സെക്കൻഡ് ക്ലാസ്സിനും നമുക്ക് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്, പാസുകൾ അവൈലബിൾ ആണ്. അത് രണ്ടിനും 2 റേറ്റ് ആണ്. നമുക്കിവിടെ സെക്കൻഡ് ക്ലാസ് യാത്ര തന്നെ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കൊടുക്കുന്ന റെയിൽവേ അല്ലെങ്കിൽ ബസ് സിസ്റ്റമാണ് ഇവിടെ. സോ സെക്കൻഡ് ക്ലാസ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ റേറ്റ് ഞാനൊന്ന് പറയാം. ഏകദേശം സ്വിസ് ട്രാവൽ പാസ് അഡൽട്ടിന് 25, അഡൽട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് 25 വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് 3 ദിവസത്തേക്കുള്ള ചാർജ് വരുന്നത് 244 CHF ആണ് നിലവിലെ ചാർജ് വരുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ആകുമ്പോൾ 389 CHF വരും. മനസ്സിലാട്ടോ, 3 ദിവസത്തെ ചാർജാണ് പറയുന്നത്. നമുക്ക് സെക്കൻഡ് ക്ലാസ്സിൻ്റെ മാത്രമേ ഞാൻ ഫുള്ളായിട്ട് ഞാൻ പറയാം. 3 ദിവസത്തിന് 244, 4 ദിവസത്തിന് 295, 6 ദിവസത്തിന് 379, 8 ദിവസത്തിന് 419, 15 ദിവസത്തിന് 459 CHF. ഇങ്ങനെയാണ് സ്വിസ് ട്രാവൽ പാസിൻ്റെ റേറ്റ് വരുന്നത്. ഇത് അഡൽട്ടിനാണ്. അതിൽ നിന്ന് ഒരു 30% ഡിസ്കൗണ്ട് നമുക്ക് പറയുന്ന യൂത്തിന് വരും. യൂത്തിന് സ്വിസ് ട്രാവൽ പാസ് യൂത്ത് എന്ന് പറയുന്നത് സെപ്പറേറ്റ് കിട്ടും. 25 ഇയേഴ്സിൻ്റെ ബില്ല് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 3 ദിവസത്തേക്ക് സെക്കൻഡ് ക്ലാസ്സിന് 172 CHF വരും. 4 ദിവസത്തേക്കാണെങ്കിൽ 209 റുപ്പീസ് വരും, CHF വരും. അത് കഴിഞ്ഞാൽ 6 ദിവസത്തിനാണെങ്കിൽ 268, 8 ദിവസത്തിനാണെങ്കിൽ 297, 15 ദിവസത്തിനാണെങ്കിൽ 328. ഇങ്ങനെയാണ് യൂത്തിനുള്ള ടിക്കറ്റ് സ്വിസ് പാസിൻ്റെ റേറ്റ് വരുന്നത്.
അപ്പോൾ നമ്മൾ എത്ര ദിവസത്തേക്കാണ് ഇവിടെ സ്റ്റേയിങ്ങും അതുപോലെ തന്നെ ട്രാവലിങ്ങും പ്ലാൻ ചെയ്യുന്നത് വിചാരിക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ടിക്കറ്റുകൾ അല്ല സ്വിസ് പാസ് എടുക്കാവുന്നതാണ്. ടിക്കറ്റ് അല്ല സ്വിസ് പാസ് എടുക്കാവുന്നതാണ്. ടിക്കറ്റ് എടുത്തും ഇവിടെ യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ടിക്കറ്റ് മാത്രം എടുത്ത് യാത്ര ചെയ്യുന്നത് നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും മീൻസ് ടൂറിസ്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഇതുപോലത്തെ പാസസ് എടുക്കുക തന്നെയാണ്. ഓക്കെ, അതായത് നമ്മളിവിടെ വരുന്ന സ്ഥലങ്ങൾ കാണാനും ഈ പറയുന്ന മ്യൂസിയംസും അതുപോലെ തന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. സോ അവിടെ എൻട്രി ടിക്കറ്റും കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ സ്വിസ് ട്രാവൽ പാസ് എന്താണെന്ന് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചോളം എപ്പോഴും സ്വിസ് ട്രാവൽ പാസ് ആണ് റെക്കമെൻഡബിൾ. ഇനി ഞാൻ പറഞ്ഞ സേവർ ഡേ പാസിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. സേവർ ഡേ പാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഒരു ദിവസം, അതായത് നമ്മളൊരു ദിവസം പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദിവസം നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടുകളെല്ലാം ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് സേവർ ഡേ പാസിൻ്റെ ബെനിഫിറ്റ്. ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് സേവർ ഡേ പാസിനെക്കാട്ടും നല്ലത് ഈ പറയുന്ന സ്വിസ് പാസ് തന്നെയാണ്. കാരണം അവരൊരു ഇവിടെ വരുന്നത് യാത്ര ചെയ്യാനും കാണുവാനും മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. സോ അവർ ഒരു ദിവസം തന്നെ മാക്സിമം കാണാനുള്ളത് കാണും. അതുപോലെ തന്നെ മാക്സിമം കയറാൻ പറ്റുന്ന എൻട്രൻസുകൾ എവിടെയെല്ലാം എൻട്രി ചെയ്യാൻ പറ്റുന്നോ അവിടെയെല്ലാം എൻട്രി ചെയ്യും. സോ അവരെ സംബന്ധിച്ചോളം ടിക്കറ്റ് റേറ്റ് എല്ലാം കുറവ് കിട്ടുന്നതും ടിക്കറ്റ് ഇല്ലാണ്ട് കയറാൻ പറ്റുന്നതുമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സേവർ ഡേ പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രാവലിങ്ങിന് വേണ്ടി മാത്രം എടുക്കുന്നതാണ് സേവർ ഡേ പാസ്. ഒരു ദിവസം മാത്രമാണ് ഈ സേവർ ഡേ പാസ് വാലിഡ് ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല കേട്ടോ. സേവർ ഡേ പാസിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ എന്ന് എടുക്കുന്നു, നമ്മളിപ്പോൾ ഇന്നാണ് എടുക്കുന്നത് വിചാരിക്കുക, നാളേക്ക് നമ്മൾ സേവർ ഡേ പാസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റേറ്റ് ആയിരിക്കും. റേറ്റ് കുറവിലൊന്നും കിട്ടില്ല. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 54 CHF, ഒരു ആവറേജ് ഒരു 50-54 CHF ആണ് അതിൻ്റെ റേറ്റ് വരിക. അപ്പോൾ നമ്മളൊരു 1 വീക്കൊക്കെ മുൻപ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 54 CHF ഒക്കെയാണ് നമുക്കതിന് റേറ്റ് വരുന്നത്. ഏകദേശമാണ് പറയുന്നത്, ഫിക്സഡ് അല്ല. 54 മാത്രമല്ല 100 CHF വരെ റേറ്റ് വരുന്ന ദിവസങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്യാണ്, ഇന്നിപ്പോൾ ഇത് ഡേറ്റിന് ഈ മാസം അവസാനം ഒരു 28-ാം തീയതിയിലോട്ട് നമ്മൾ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കാം. ചിലപ്പോൾ അന്ന് നോക്കുമ്പോൾ നമുക്ക് 50 CHF സാധനം കിട്ടും. അന്ന് നമ്മൾ 27-ാം തീയതി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് 60 CHF ആയിരിക്കും. ഒരു 42 CHF താഴെ പോകുന്നതൊക്കെ വളരെ റെയറാണ്, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. റെയറായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ. എന്നിരുന്നാലും 50, 54, 60, 70, 80 ഈ ഒരു റേഞ്ചിലൊക്കെ കാണാറുണ്ട് ഈ പറയുന്ന സേവർ ഡേ പാസ്. 2 ഡേയ്സ് 3 ഡേയ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റിന് നമ്മൾ എടുക്കാൻ നോക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും സേവർ ഡേ പാസുകൾ. അപ്പോൾ നമ്മൾ ട്രാവൽ മാത്രം ബേസ് നമുക്കിപ്പോൾ ഈ പറയുന്ന പോലെ സ്വിസ് പാസ് എടുത്തിട്ട് 3 ദിവസം കറങ്ങാനൊന്നും ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്ക് പറ്റില്ല. അതൊക്കെ ടൂറിസ്റ്റുകൾക്ക് മാത്രം പറ്റുന്ന കേസാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കൊരു ലോങ് ജേർണി പോകണമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ ഇപ്പോൾ സെർമാറ്റ് കാണാൻ പോകണം, അല്ലെങ്കിൽ യുംഫ്രോയിലേക്ക് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കയ്യിൽ ഹാഫ് എയർ കാർഡ് ഉണ്ട്. ഹാഫ് എയർ കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും നമുക്ക് 50% റേറ്റിന് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ പറയുന്ന ഈ ഹാഫ് എയർ കാർഡ് എന്ന് പറയുന്നതും ഈ SBB തരുന്നൊരു ഓപ്ഷനാണ്. ഇതിൽ തന്നെ ഈ പറയുന്ന മൗണ്ടൻസിൻ്റെ മുകളിലുള്ള കേബിൾ കാറിന് നമുക്ക് പകുതി റേറ്റ് മതി, പകുതി കൊടുത്താൽ മതി. നോർമൽ ടിക്കറ്റിൻ്റെ പകുതി കൊടുത്താൽ മതി. അതിനാണ് നമ്മൾ ഹാഫ് എയർ കാർഡ് നമ്മൾ എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്കുള്ള അല്ലെങ്കിൽ സ്ഥിരമായി ഇവിടെ താമസിക്കുന്നവർക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മുനിസിപ്പാലിറ്റി ഉണ്ട്, സ്റ്റാഡ് എന്ന് പറയും. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 39 CHF ഹാഫ് എയർ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് 39 CHF ഏറ്റവും കുറവ് നമുക്ക് അവിടെ നിന്നാണ് കിട്ടുക. നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടും. അത് ടൂറിസ്റ്റുകൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഡയറക്റ്റ് പോയിട്ട് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഫിസിക്കലായിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടിക്കറ്റ് തരും. അതിന് 39 CHF ഹാഫ് എയർ കാർഡ് ഉണ്ടെങ്കിൽ 39 CHF നമുക്ക് കിട്ടും. ഒരു ഫുൾ ഡേ നമുക്ക് യാതൊരുവിധ ചാർജസും ഇല്ലാണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ സേവർ ഡേ പാസ് എടുത്താൽ ടൂറിസ്റ്റുകൾക്ക് ഈ പറയുന്ന പോലെ അത്ര വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ അറിയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സേവർ ഡേ പാസ് എടുക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത്. ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സേവർ ഡേ പാസ് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ബെറ്റർ ആയിരിക്കും. പക്ഷേ ടൂറിസ്റ്റായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചോളം സേവർ ഡേ പാസ് അല്ല, ഈ പറയുന്ന സ്വിസ് പാസ് തന്നെയാണ് ബെറ്റർ. പിന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളുകൾ ഇവിടെ സ്റ്റാഡിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ ട്രാവൽ പാസിൻ്റെ ഓപ്ഷൻസ്. അപ്പോൾ ടൂറിസ്റ്റുകൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ടൂറിസ്റ്റായിട്ട് വരുന്ന ആളുകളായിരിക്കും മിക്കവാറും എനിക്ക് കമൻ്റായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവർ വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ബെറ്റർ സ്വിസ് പാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. സ്വിസ് പാസിനെ കുറിച്ചും സ്വിസ് ട്രാവൽ കാർഡിനെ കുറിച്ചും ഹാഫ് എയർ കാർഡിനെ കുറിച്ചും അതുപോലെ തന്നെ സേവർ ഡേ പാസിനെ കുറിച്ചും എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
ഇനിയും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻ്റായിട്ട് ചോദിക്കാം. ഇതിലും പറഞ്ഞതിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഞാനും വീഡിയോസ് ഈ പറയുന്ന പോലെ ആദ്യമായി ചെയ്യുന്ന ഒരാളാണ്. സോ എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് സ്റ്റിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനിയും കമൻ്റായിട്ട് തന്നെ ചോദിക്കാം. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.